അതിന് മുമ്പ് നമ്മളെ വണ്ടി ഏതാണെന്നൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ജസ്റ്റ് ഇപ്പം നിന്ന് കമൻറ്റ്. വണ്ടിയുടെ വില ഏകദേശം 2,50,000. ഹേ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വണ്ടി സെയിലായി പോയത്. അപ്പോൾ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുമെന്ന് പറഞ്ഞാൽ ആ വണ്ടിയാണ് ബാക്കി കാണുന്നത്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ പോയ കാഴ്ചയും വണ്ടി എടുത്തതൊക്കെ അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും വീട്ടിൽ വിട്ടോ. അതിന് മുമ്പ് നമ്മളെ വണ്ടി ഏതാണെന്നൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ജസ്റ്റ് ഇപ്പം നിന്ന് കമൻറ്റ് എന്നോടേക്ക് ലൈക്ക് കൊണ്ട് അടിക്കുക. പോകാൻ വീട്ടിലോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവൻ നാരങ്ങ വാങ്ങാൻ പോയിട്ടുണ്ട്. എന്തായാലും പുതിയ വണ്ടി എടുക്കില്ല, അപ്പോൾ നാരങ്ങയൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് വെച്ച്. അപ്പം നമ്മൾ പോകുന്നത് എൻ്റെ വണ്ടിയിലാണ്. എന്തായാലും അവൻ വണ്ടി എടുക്കാം. അവൻ വണ്ടി എടുത്തുകൊണ്ട് വരുമായിരിക്കും. വീട്ടിൽ വന്നിട്ട് എന്തായാലും വണ്ടി കാണിച്ചു തരാം. വാവും, എന്തായാലും വീട്ടിൽ പുതിയൊരു വണ്ടി വരാൻ പോവാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. എന്തായാലും വീട്ടിൽ കൊണ്ട് കാണിക്കാം. എന്തായാലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തന്നെ ഉള്ളൂ. അപ്പോൾ 2 വലിയ നാരങ്ങയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് വണ്ടി ഡെലിവറി ചെയ്യാം. വണ്ടി ചുമ്മാ മൂടി വെച്ചിരിക്കുകയാണ്. റിവീലിംഗ് പോലെ ഒന്നുമല്ല, വണ്ടി എടുത്തിട്ട് ഒരാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചുമ്മാ മൂടി വെച്ചിരിക്കുകയാണ്. അമ്മച്ചി ഇതാണ് നടന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത വണ്ടി നിങ്ങൾ കണ്ടാണ്. നമ്മൾ എടുത്തത് ഡോമിനാർ 400 ആണ്. വാവ്, നമ്മളെ പച്ച കളർ കിളിക്കുഞ്ഞ് വണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ എത്ര ദിവസം എടുത്തെന്നറിയോ? വണ്ടി എടുത്തിട്ട് ഏകദേശം 1.5 ആഴ്ചയായി. ഇപ്പോഴാണ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി സെറ്റായത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. വാവ്, ഒരു രക്ഷയില്ല. അപ്പം കിലോമീറ്റർ എത്ര ഓടിയെന്നൊന്നും അറിയില്ല. ഇതെൻ്റെ ബ്രദറിനാണ് എടുത്ത വണ്ടി. അപ്പോൾ അവൻ്റെ ഇരുന്ന് ബുള്ളറ്റ് അവൻ സെയിലാക്കിയിട്ട് അവൻ ഡോമിനിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല. വണ്ടി മാരം ലുക്കുമാണ്, അതുപോലെ തന്നെ പവർ ഒരു രക്ഷയില്ല. അതിൻ്റെ ശബ്ദം അതിനേക്കാളും കിടിലമാണ്. അപ്പം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വണ്ടി കിടിലല്ലേ കാണാൻ, ഒന്നും പറയാൻ തോന്നില്ല. പച്ച ആ സൂര്യൻ്റെ വെട്ടമൊക്കെ നോക്കി നൈസ്. അങ്ങനെ നമ്മളെ വീട്ടിൽ പുതിയൊരു വണ്ടി എത്തിയിട്ടുണ്ട്. ബജാജ് 400. സോറി, ബജാജ് ഡോമിനാർ 400 സീൻ ഐറ്റം. അപ്പോൾ എന്തായാലും ഡോമിനാർ ഇഷ്ടമുള്ളവർ, ബജാജിൻ്റെ വണ്ടി ഇഷ്ടമുള്ളവർ എന്തായാലും ലൈക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ മീറ്റർ കൺസോളും എല്ലാമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തില്ല, ഇതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു തരാം. വാവ്, അങ്ങനെ നമ്മളെ വീട്ടിൽ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ കുറേ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം, ലൈക്ക് അടിക്കുക. എന്തായാലും ലൈക്ക് അടിച്ച് തുടങ്ങാം. അങ്ങനെ കുറച്ച് നേരത്തെ മൂടിയിട്ടിരുന്ന വണ്ടി ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, പച്ച കളർ വണ്ടി. കൊള്ളാമല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസം നമുക്ക് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും വീട്ടിൽ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വണ്ടി? നൈസല്ലേ? നൈസാണ്. അപ്പോൾ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ ഇൻ്റർസെപ്റ്ററിലിരിക്കും. നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക, ഒരു ഹൈപ്പർ ടൂറിംഗ് ബൈക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാം. ബാക്കിൽ ഇരിക്കണ ലുക്കല്ലേ, അതിനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ കണ്ടോ, ലുക്കല്ലേ? വാവ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കീ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നാരങ്ങയൊക്കെ വെച്ച് ഇറക്കിയത്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തായാലും ഇറക്കാൻ പറ്റില്ല, സെക്കൻഡ് എടുത്താണല്ലോ. അപ്പോൾ എന്തായാലും ഇതിലിറക്കിയപ്പം ആദ്യം ഇട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കും ഇറക്കാം. പുതിയ വണ്ടി ഇനി സെറ്റാക്കി ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനിറക്കാം. നമ്മൾ ഇൻ്റർസെപ്റ്ററിൻ്റെ അടുത്തിരിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഡോമിനറിൻ്റെ അടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ലക്ഷക്കണക്കിനുള്ള വണ്ടികൾ, കോടിക്കണക്കിനുള്ള വണ്ടികളുടെ അടുത്ത് നമ്മൾ ഇരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഈ അലോയ് ഉണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ആദ്യം തന്നെ പോയി കീ എടുത്തിട്ട് തരാം. ഇതിൻ്റെ ശബ്ദം സീൻ സാധനമാണ്. കൊള്ളാമല്ലേ, കാണിച്ചു തരാം. ഇതങ്ങനെ ബജാജ് ഡോമിനാർ 400 നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ എന്തായാലും ഒരു ഹൈപ്പർ ടൂറിംഗ് ബൈക്കും കൂടെ നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട്. കൊള്ളാമല്ലേ? അപ്പോൾ 40 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളെ ഡോമിനാർ ഇതായിരിക്കുന്നു. ഇതിൻ്റെ എസോസ് നോട്ടും അതെല്ലാം നമുക്ക് കേൾക്കാം. അതിന് നമുക്ക് വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. നമ്മൾ ബജാജിൻ്റെ എഞ്ചിനും പിന്നെ അതിൻ്റെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഫ്രണ്ട് വരുന്ന ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവിടെ ഒരു ഗാർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. വണ്ടി ഓടിക്കാൻ ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളത് കുറച്ച് ക്വാളിറ്റി ആണ്. ഇത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഒരു വൈസർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാർഡ്. പിന്നെ ഇതിൻ്റെ മിററാണ് നല്ല രസമാണ് കേട്ടോ. ഷേപ്പുണ്ട്, ഒരു ഒഴുക്കുള്ള ഷേപ്പുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും ഒഴുക്കുള്ള ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എക്സ്ട്രാ നമുക്ക് കിട്ടിയത് ഈ സംഭവം. ഇത് പിന്നെ നമ്മളെ ബാക്കിലത്തെ ഇതിനെന്താ പറയുക, ഇതിനെന്തൊരു പേര് പറയാമെന്നൊരു കമൻറ്റ് അതും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വണ്ടിയിൽ ഇറങ്ങുമ്പോൾ തന്നെ വരുന്നതാണ്. പിന്നെ നമ്മളെ അഡ്വഞ്ചർ ക്രഷ് കാർഡ് കിട്ടി. പിന്നെ ബാഷ് പ്ലേറ്റ് ഉണ്ട് കണ്ടോ.
ഇതെല്ലാം ഇതിൻ്റെ കൂടെ വന്നതാണ്. വണ്ടിയുടെ വില ഏകദേശം 2,56,000 രൂപ ആയിട്ടുണ്ട്. ഇപ്പം വണ്ടിക്ക് വില കുറഞ്ഞെന്നാണ് തോന്നുന്നത്. വണ്ടിയുടെ വില ഏകദേശം 2,56,000 രൂപയ്ക്കാണ് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറങ്ങിയത്. പിന്നെ നമ്പറും കാണിക്കുന്നത് 9229. ചെറിയൊരു ഫാൻസി എന്നൊക്കെ പറയാം. എക്സോസ്റ്റ് ഉണ്ടോ 2 എണ്ണം, നല്ല മുഴക്കമുള്ള ശബ്ദമാണ്, ഊന്ന് നിൽക്കും. ടയറൊക്കെ കൊള്ളാം. MRF-ൻ്റെ ടയറാണെന്ന് തോന്നുന്നു. MRF-ൻ്റെ തന്നെ. യെസ്, MRF ആയിരിക്കും. MRF-ൻ്റെ എനിക്കിപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്ന അറിയാം. ഓക്കെ, അപ്പം ഇപ്പോഴും കാണില്ല, ഓടുമ്പം പോവും. അപ്പോൾ എന്തായാലും കണ്ടോ, നൈസല്ലേ കാണാൻ. എന്തായാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അധികമൊന്നും അറിയില്ല, എന്നാലും അറിയാമെന്നൊക്കെ പറഞ്ഞുതരാം. കണ്ടോ, എന്നിട്ട് ഇതല്ല, ഇതാണ് സാധനം. വാവ്, കൊള്ളാം. 2 LED ലൈറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറേ വൈസർ ഇതൊക്കെ മാറ്റിയിട്ട് ഫുൾ നേക്കഡ് ബൈക്കായിട്ട് കൊണ്ടുവന്നേനെ. അതല്ല, ഇപ്പോൾ വണ്ടി എടുത്തല്ലേ ഉള്ളൂ. ചിലപ്പം മാറ്റിയായിരിക്കും, ചിലപ്പം മാറ്റാതിരിക്കും. പിന്നെ ഇവിടെ ഒരു USB പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, അവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. എന്തായാലും കീ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണും അതുപോലെ തന്നെ അവിടെ കീ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 13 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് ഏകദേശം 28-30 കമ്പനി പറയുന്നത്. നമുക്കൊരു 27-28 കിട്ടുമായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അത്രയും തന്നെ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കീ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യം നോക്കാം, എക്സോസ്റ്റിനായിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ ഡോമിനാറിൻ്റെ കീ. കണ്ടോ, ഡോമിനാർ. ഇതൊരു കീ ചെയിനൊക്കെ കാണിച്ചിടണം. നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാം. എന്നിട്ട് മീറ്ററിൽ എന്തൊക്കെ കാണിക്കുന്നതൊക്കെ നോക്കാം. യെസ്, ഡോമിനാർ. ഒരു RPM മീറ്റർ ഉണ്ട്, പിന്നെ സ്പീഡോ മീറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്യൂൽ ഇൻഡിക്കേറ്റർ. ഫുൾ ടാങ്കോ, എൻ്റെ പൊന്നോ, ഫുൾ ടാങ്ക്. ഇതൊക്കെ എന്താണെന്ന്. പിന്നെ ഒരു വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. RPM-ൻ്റെ എന്തോ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ABS-ൻ്റെ സംഭവം കാണിക്കുന്നുണ്ട്. RPM-ൻ്റെ അല്ല, RPM ലിമിറ്റ് എനിക്കൊന്ന് കട്ട് ഓഫ് അതിൻ്റെ സംഭവമായിരിക്കും. അപ്പം കണ്ടോ, 13,000 RPM. സ്പീഡോമീറ്ററെല്ലാം കാണിക്കുന്നുണ്ട്. കിൽ സ്വിച്ച്, സൈഡ് സ്റ്റാൻഡുകളൊക്കെ ആണെന്നൊക്കെ പറയണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 25 അവന് കിട്ടിയ മൈലേജ് എന്ന് തോന്നുന്നു. RPM 1500 നിൽക്കുന്നത്. എക്സോസ്റ്റ് നോട്ട് ഇതാണ് ഇതിൽ ഐഡിൽ കിടക്കുന്ന ശബ്ദം. കണ്ടോ, ഇതല്ല, ചൂടാകുമ്പോൾ കൂടുതൽ ശബ്ദം കൂടുതലാവും. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. കേട്ടല്ലോ. സാറിനകത്ത് കൂട്ടുകാർക്ക് വേണ്ടി പറയാം, ഇതിൻ്റെ ഡുവൽ ചാനൽ ABS ആണ്, 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ നമ്മൾ ഹൈപ്പർ ടൂറിംഗ് ബൈക്കാണ്, അതുകൊണ്ട് തന്നെ കുറേ സ്പെക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ മോഡും കാര്യങ്ങളൊന്നും വരില്ല, അല്ലാതെ തന്നെ അവർ എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഈ സംഭവം, പിന്നെ അല്ലാതെ കുറേ വൈസേഴ്സ്, പിന്നെ അടിയിലത്തെ ബാഷ് പ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വണ്ടിയുടെ വില വന്നിട്ട് 256 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി, പുതിയൊരു വണ്ടി ഇതായിരിപ്പുണ്ട്. കണ്ടോ. പിന്നെ ഈ ഡോമിനാറിൻ്റെ കുറേ കഥകളൊക്കെ അറിയാമല്ലോ. ഇതിൻ്റെ 400cc സിംഗിൾ സിലിണ്ടറിൽ തന്നെ 390 ഇതിൻ്റെ കൂടെയൊക്കെ മത്സരിച്ചിരിക്കുന്ന ഒരു വണ്ടികളിൽ ഒന്നാണ്. പക്ഷേ ഇതിൽ മത്സരിക്കാനൊന്നും പോകണില്ല, പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം 180, 188, 180 അത്രയും എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ ടോപ്പ് സ്പീഡ്. കയറിയിട്ടൊന്നുമില്ല, അല്ലാതെ പറഞ്ഞാണ്. മൈലേജ് 28-30 കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളെ വണ്ടിയെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ കുറച്ച് കൊണ്ട് ഇവിടെ ഗ്യാപ്പും കാര്യങ്ങളും, അതൊക്കെ ക്വാളിറ്റി കുറവുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുതിയ ഡോമിനറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതും സെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് 800 mm ആണ്. എനിക്ക് പ്ലാൻ ഫുഡാണ്, കുഴപ്പമില്ല. ഞാൻ ഏകദേശം 174 എൻ്റെ ഹൈറ്റ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. സീറ്റൊക്കെ കൊല്ലം ലോങ് പോകാനൊന്നും വലിയ കുഴപ്പമില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് ഇനി ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതും കൊണ്ട് എവിടെയെങ്കിലും റൈഡ് പോകണമെന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്യാം.
അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഈ സംഭവം നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലഗേജൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ ചെയ്യാം. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡോമിനാർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റ പേജിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അശ്വിൻ ജേസ് എന്നാണ് എൻ്റെ ഇൻസ്റ്റ പേര്. അപ്പോൾ എന്തായാലും അതൊന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ബജാജ് അങ്ങനെ വീട്ടിൽ പുതിയൊരു വണ്ടി ബജാജിൻ്റെ തന്നെ എടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ സമയം. അപ്പോൾ എന്തായാലും പുതിയ വണ്ടി എടുത്ത് അപ്പോൾ തന്നെ ഒന്ന് കാണിക്കാം. എന്തായാലും ഒരാഴ്ച ആയതല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുപോലെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഇൻസ്റ്റാഗ്രാം ഫോളോ.